സെലൻസ്കി. ഈ പത്രമൊക്കെ ഡെയിലി ഒരു വിധപ്പെട്ടവരും വായിക്കുന്നതാണല്ലോ അല്ലേ? എല്ലാ കമ്പനിയുടെയും ന്യൂസ് പേപ്പറിൻ്റെ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഒരേ ക്വാളിറ്റിയും അതുപോലെ തന്നെ മെഷർമെൻറ്റും ഒക്കെ ഏകദേശം ഒരുപോലെയാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും വലിയൊരു പേപ്പർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെന്ന് അറിയാമോ? നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം വെള്ളൂരിലാണ്. വെള്ളൂരിൽ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേപ്പറിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നാണ്. നമ്മുടെ കൂടെ അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ബിജി ഫിലിപ്പ് സാർ ഉണ്ട്. KPPLൻ്റെ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് സാർ. 2019 ഒരു NCLT പ്രോസസ്സിൽ കൂടെ കേരള ഗവൺമെൻറ് ഏറ്റെടുത്ത് റീവാമ്പ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായിരുന്നു. തുടർച്ചയായിട്ട് നഷ്ടത്തിലായിരുന്നു തന്നെ തുടർന്ന് അടച്ചുപൂട്ടുകയും ഗവൺമെൻറ് അതിനകത്ത് ഫണ്ട് ഇൻഫ്യൂസ് ചെയ്യും. കിൻഫ്ര എന്നൊരു ഗവൺമെൻറ് സ്ഥാപനം വഴി ഇതിനെ ഏറ്റെടുത്ത് കേരള പേപ്പർ പ്രോഡക്ട്സ് പുതിയ കമ്പനിയായിട്ട് ഫോം ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് വന്നാണ്. നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് പ്രവർത്തനം നടത്തി നല്ല നിലയിലേക്ക് പോകുന്നു. ഗവൺമെൻറ്റിൻ്റെയും ഇവിടുത്തെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ എല്ലാമുള്ള സഹകരണം കൊണ്ടാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇനീഷ്യൽ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വുഡാണ്. വുഡ് നമ്മളിവിടെ ചിപ്പിംഗ് പ്രോസസ്സ് നടത്തും. ചിപ്പിംഗ് പ്ലാന്റിൻ്റെ ഇൻചാർജാണ് ഗോപാലൻ. ബാക്കി കാര്യങ്ങൾ പറഞ്ഞത് ഗോപകുമാർ. നമ്മൾ കൂടുതൽ ഇങ്ങനെ ബാംബുവിനെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത്. അതായത് പേപ്പർ പ്രൊഡക്ഷൻ്റെ ഇനിഷ്യൽ റോ മെറ്റീരിയൽ ബാംബു ആണ്. പക്ഷേ ഇവിടെ ഫുൾ ബാംബു ഉണ്ട്. വരുന്ന വഴിക്ക് വേറെയും വുഡ്സ് കണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ്? അത് നമ്മൾ ഈ പേപ്പറിൻ്റെ ഫൈബ്രസ് റോ മെറ്റീരിയൽസ് ബാംബു, പിന്നെ റീഡ്, പിന്നെ വുഡ്. മെയിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നതിൽ ഒരു 80% നമ്മൾ പൾപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വുഡാണ്. അപ്പോൾ വുഡ് ഉപയോഗിച്ചിട്ട് മെക്കാനിക്കൽ എന്ന് ഫസ്റ്റിലെ വുഡ് കെമിക്കലി ട്രീറ്റ് ചെയ്തിട്ട് അത് പിന്നെ അതിന് ശേഷം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴി ഡീഫൈബ്രേറ്റ് ചെയ്തിട്ട് പൾപ്പാക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂക്കാലിപ്റ്റസിൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് യൂക്കാലിപ്റ്റസ്, പിന്നെ അക്കേഷ്യ, മാഞ്ചിയം, പിന്നെ നമ്മുടെ ഈ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വട്ട, അതുപോലുള്ള മിസലേനിയസ് ആയിട്ടുള്ള പൾപ്പ് വുഡ് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ ഐഡൻറ്റിഫൈ അതാണ് നമ്മളിവിടെ ഈ ലാട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്. കെമിക്കൽ പൾപ്പ് ചെയ്തിട്ട് പൾപ്പ് ഉണ്ടാക്കുന്നതാണ് ബാംബും റീഡും. അതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ ബാംബു ആണ് അവൈലബിൾ. റീഡ് അത്ര അവൈലബിലിറ്റി ഇല്ല, കുറവാണ്. അപ്പോൾ ബാംബുവും റീഡും ഉപയോഗിക്കുന്നുണ്ട്. അത് കെമിക്കൽ പൾപ്പിംഗ്, 100% കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് പൾപ്പിംഗ് നടത്തിയിട്ട് പിന്നെ അത് വാഷ് ചെയ്ത് ബ്ലീച്ച് ചെയ്ത് നമ്മൾ പേപ്പർ മെഷീനിൽ ഉപയോഗിക്കും. രണ്ട് ടൈപ്പ് പൾപ്സ് ആണ്. ഒന്ന് കെമിക്കൽ മാത്രം, പിന്നെ ഈ മെക്കാനിക്കൽ. അത് വെർജിൻ പൾപ്പ്. ഇനി ഇത് കൂടാതെ നമ്മൾ ഡീഇങ്കിങ് പ്ലാന്റ് ഉണ്ട് നമുക്കിവിടെ. ഒരു 100 ടൺസിൻ്റെ ഡീഇങ്കിങ് പ്ലാന്റ്. ഇങ്ക് റിമൂവ് ചെയ്ത്, അതായത് ഓൾറെഡി ഉപയോഗിച്ച പത്രക്കടലാസും മറ്റ് കടലാസുകളും ഉപയോഗിച്ചിട്ട് അത് നമ്മൾ അജിറ്റേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇങ്ക് റിമൂവ് ചെയ്തിട്ട് ആ ഡീഇങ്ക്ഡ് പൾപ്പും 1% അപ് ടു 35% നമ്മൾ ഈ ടോട്ടൽ. അപ്പോൾ നമ്മൾ ഈ ഡീഇങ്ക് ചെയ്ത പൾപ്പും നമ്മൾ അല്ലാതെ ചെയ്യുന്ന പൾപ്പും തമ്മിൽ എന്തെങ്കിലും കളറിൻ്റെ വ്യത്യാസം? ഉണ്ട്. അത് ഡീഇങ്ക് പൾപ്പിനകത്ത് കുറച്ചൊക്കെ ഇങ്ക് എന്തായാലും നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ 100% റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ക്വാളിറ്റി വൈസ് കുറച്ച് വ്യത്യാസം വരും. പക്ഷേ ഫോറസ്റ്റ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു സസ്റ്റൈനബിൾ ഒരു സൊല്യൂഷനാണ് ഈ ഡീഇങ്ക്ഡ് പൾപ്പ്. കാരണം വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച ഇത് തന്നെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മൾ നേച്ചറിനെ അതെ. അപ്പം നമ്മുടെ അടുത്ത നമുക്ക് ഇപ്പം ഇത് കട്ട് ചെയ്യുന്നിടത്തോട്ട് പോകാം. അപ്പം ആ പ്രോസസ്സ് കാണാം. വുഡ് സ്ട്രീമിൻ്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ചിപ്പറിൻ്റെ വുഡ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് തടി വരുന്നത് ഇവിടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യും. അൺലോഡ് ചെയ്തിട്ട് ഇത് അതിൻ്റെ അങ്ങേയറ്റത്ത് ട്രാക്ക് ചെയിൻ എന്ന് പറയും. ആ ട്രാക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ മൂവിങ് ചെയിൻസ് ആണ്. ആ ചെയിൻസിലോട്ട് നമ്മളിത് അൺലോഡ് ചെയ്ത് വെക്കും. അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് തടി വുഡ് ലോക്സ് മൂവ് ചെയ്ത് ഇവിടെ വന്നിട്ട് അടുത്ത സെറ്റ് ബ്രേക്ക് ഡൗൺ റോളേഴ്സ് അതിൽ കൂടെ മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ ഹീപ്പായിട്ടുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ലോക്സ് ആയിട്ട് മാറും. അത് വീണ്ടും അടുത്ത ട്രാൻസ്ഫർ ചെയിൻ വഴി വീണ്ടും ഇവിടെ ഇൻക്ലൈൻ റോളേഴ്സ് ഇവിടെ വരുന്ന പറഞ്ഞാൽ ഈ തടിയുടെ ഡയറക്ഷൻ മാറുക ചെയ്യുന്നത്.
ഇത് ഡയറക്ഷൻ മാറി നേരെ ഈ വെൽറ്റ് കൺവെയർ വഴി ചിപ്പറിലോട്ട് എത്തുക ചെയ്യുന്നത്. ഇതുവഴി പോയി ഈ ഇൻക്ലൈൻ റോളേഴ്സ് വഴി നേരെ ലോങ് ബെൽറ്റ് കൺവെയറിലോട്ട് എത്തും. ആ ബെൽറ്റ് കൺവെയർ വഴി നേരെ ചിപ്പറിലോട്ട് എത്തുക ചെയ്യുന്നത്. ചിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ടൈപ്പ് ചിപ്പറുണ്ട്. വുഡിന് ഡിസ്ക് ടൈപ്പ് ചിപ്പറാണ്. അപ്പോൾ ഒരു ലോങ് ഡിസ്ക്, ഒരു ഹൈ ഡയ ഉള്ള ഒരു ഡിസ്കിൽ നമ്മളെ നൈഫ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നൈഫ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഹൈ സ്പീഡിൽ അത് കറങ്ങുന്ന ഉടനെ ഈ ഗ്രാവിറ്റി മൂലം താഴോട്ട് നിന്ന് വീഴുന്ന തടി അതിൽ കട്ടായി പോകും. അങ്ങനെ നമുക്ക് ഒരു സ്പെസിഫൈഡ് സൈസിലുള്ള ചിപ്സ് ഉണ്ടാവും. അതാണ്. അപ്പോൾ ആ സൈസിന് മേളിലുള്ള ലെങ്തും വിട്ടുമുള്ള തിക്നെസ്സും ഉള്ള ചിപ്സിനെ സീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ വന്ന് വീഴുന്ന ചിപ്സ് സീവ് ചെയ്ത് വിതിൻ ദ ലിമിറ്റ്സിലുള്ള ചിപ്സ് കൺവെയർ വഴി കൺസേൺഡ് പ്ലാന്റിലോട്ട് പോകുന്നു. ഓവർ സൈസ് ആയിട്ടുള്ള സാധനം വീണ്ടും ചിപ്സ് വീണ്ടും ഒരു റീച്ചിപ്പറുണ്ട്. ആ റീച്ചിപ്പറിൽ വന്നിട്ട് വീണ്ടും കട്ടായിട്ട് ഈ സ്ക്രീനിലോട്ട് തന്നെ തിരിച്ചു വരും. അങ്ങനെ ഒരു സൈക്കിളാണ്. അപ്പോൾ ഓവർ സൈസ് ആയിട്ടുള്ളത് വീണ്ടും റീച്ചിപ്പറിൽ പോകുന്നു, കട്ട് ചെയ്ത് തിരിച്ച് സ്ക്രീനിൽ വരുന്നു. സ്ക്രീനിലുള്ള പെർമിസിബിൾ സൈസിലുള്ള സാധനം നേരെ കൺവെയർ വഴി കൺസേൺഡ് സൈലോയിലോട്ട് പോകും. അതോടെ അങ്ങനെയാണ് നമ്മൾ വുഡ് കട്ടിങ്. ബാംബു കട്ടിങ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രം ചിപ്പർ, ഒരു ഡ്രമ്മേൽ ഇങ്ങനെ ബ്ലേഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. അത് ഹൈ സ്പീഡിൽ വെക്കുന്നത്. അത് ഇവിടെ ആണെങ്കിൽ ഗ്രാവിറ്റി ഫീഡിങ്ങാണ്. നമ്മൾ വീഴുന്ന അനുസരിച്ച് അതിൻ്റെ വെയിറ്റ് കൊണ്ട് കട്ടായി പോകും. അവിടെ അങ്ങനെയല്ല, നേരെ ഹൊറിസോണ്ടലി. ബാംബുവിന് വെയിറ്റ് ഇല്ല, അപ്പോൾ അത് കട്ടാകത്തില്ല. അതുകൊണ്ട് നേരെ പോയിട്ട് അവിടെ പിന്നെ ഇവിടുത്തെ പോലെയല്ല, അവിടെ പിന്നെ റോളേഴ്സ് ഉണ്ട്. റോളേഴ്സ് ഇതിനെ പിടിച്ച് അതിനെ പ്രസ് ചെയ്ത് നേരെ ഈ ചിപ്പറിനകത്തോട്ട് വെക്കുക. അപ്പോൾ ആ റോളറിൻ്റെ സ്പീഡ് അനുസരിച്ച് ഉള്ള സൈസിലുള്ള ചിപ്സ് കിട്ടും. അതിന് സ്പീഡ് കൂടുന്നതനുസരിച്ച് ചിപ്സിൻ്റെ സൈസും കൂടും. അങ്ങനെയാണ്. നമ്മളിവിടെ വുഡ് ചിപ്പിംഗ് ചെയ്തിട്ട് വരുന്ന ചിപ്സ് സീവ് ചെയ്ത് നേരെ കൺസേൺഡ് പ്ലാന്റിലോട്ട് പോകുന്നു. അത് അവിടെ 2 സൈലോസ് ഉണ്ട്. കെമിക്കൽ പൾപ്പ് മില്ലിലോട്ട് പോകാനായിട്ട് ഉള്ള ഒരു സൈലോ ഉണ്ട്. മെക്കാനിക്കൽ പൾപ്പ് മില്ലിൽ ചിപ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു സൈലോ ഉണ്ട്. അപ്പോൾ ഈ വുഡ് അത് 200 കൊള്ളുന്ന സൈലോ ഉണ്ട്. അങ്ങനെ 200 ടണ്ണിൻ്റെ 80 ടണ്ണിൻ്റെ CMBക്കുള്ളത് ടോട്ടൽ 280 ടണ്ണ് കപ്പാസിറ്റി ഉള്ളതുണ്ട്. പിന്നെ കൂടാതെ CPക്ക് ആണെങ്കിൽ 100ഉം 80ഉം അങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റ്. സൈലോയിലില്ല, പ്രോസസ്സിംഗ് ഇല്ല. പക്ഷേ സൈലോയിൽ നമ്മളൊരു ഇപ്പം ബാംബു ആണെങ്കിൽ ബാംബു ഒരു സൈലോയിൽ മാത്രം നമ്മൾ ഫില്ല് ചെയ്ത് വെക്കും. ഇപ്പോൾ ഈ സെന്ന പോലുള്ള സാധനം കെമിക്കൽ പൾപ്പിങ്ങിനും എടുക്കാറുണ്ട്. അന്നേരം ഒരു കമ്പാർട്ട്മെൻറ്റിൽ ബാംബു എടുക്കുന്ന പറഞ്ഞാൽ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ സെന്ന എടുക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യത്തില്ല. കാരണം വെച്ചാൽ അതിൻ്റെ കെമിക്കൽ റിക്വയർമെന്റ്സ് ഒക്കെ വ്യത്യാസം. അല്ലല്ല, സൈലോയിൽ ചിപ്സ് സേവ് ചെയ്ത് വെക്കും. അതെ, അതൊരു സ്റ്റോറിങ് യൂണിറ്റ്. അവിടുന്ന് നമ്മൾ കൺസേൺഡ് പ്ലാന്റിലോട്ട് ഇതുപോലെ ബെൽറ്റ് കൺവെയർ വഴി ഡിസ്പെൻസ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ റിക്വയർ ചെയ്യുന്ന ഇപ്പോൾ ഏതെങ്കിലും CPക്ക് വുഡ് വേണമെന്ന് പറയുമ്പോൾ വുഡ് ഒരു കമ്പാർട്ട്മെൻറ്റിൽ അടിച്ചു വെക്കും. ബാംബു വേണമെന്ന് പറയുമ്പോൾ ബാംബു അടുത്ത കമ്പാർട്ട്മെൻറ്റ്. ഇത് മിക്സ് ചെയ്ത് ഉപയോഗിക്കത്തില്ല. വുഡ് വേണമെന്ന് പറയുമ്പോൾ വുഡ് മാത്രം നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. ബാംബു വേണമെന്ന് പറയുമ്പോൾ ബാംബു കൊടുക്കും.
പ്രൊഡക്ഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായ റോ മെറ്റീരിയൽസിൻ്റെ പ്രൊക്യൂർമെൻറ്റും അത് കഴിഞ്ഞ് അതിൻ്റെ സ്റ്റോക്കിങ്ങും പിന്നെ അതിൻ്റെ ചിപ്പിങ്ങും ഒക്കെ കണ്ടു. ഇനിയാണ് ഇതിൻ്റെ പ്രോപ്പർ പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. അപ്പം നമ്മളോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഗോപാലൻ സാറുണ്ട്. സാർ പ്രൊഡക്ഷനിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് സാറിനോട് ചോദിക്കാം. നമസ്കാരം സാർ. നമ്മളിപ്പോൾ ഈ ചിപ്പിംഗ് വരെയുള്ള കാര്യങ്ങൾ കണ്ടു, ചിപ്പിംഗ് യൂണിറ്റ് കണ്ടു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്താണ്? ഇത് വുഡാണ് ഈ പേപ്പർ മേക്കിങ്ങിൻ്റെ ബേസിക് റോ മെറ്റീരിയൽ. വുഡ് എന്ന് പറയുന്നത് സെല്ലുലോസ് ഫൈബേഴ്സാണ് അതിൻ്റെ ബേസിക്. അതിനെ ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു ബൈൻഡിങ് മെറ്റീരിയൽ കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ശരിക്കും തടി. അപ്പോൾ നമുക്ക് പേപ്പർ മേക്കിങ്ങിന് വേണ്ടത് സെല്ലുലോസ് ഫൈബേഴ്സാണ്. ആ സെല്ലുലോസ് ഫൈബേഴ്സ് കിട്ടണമെങ്കിൽ അതിനെ യോജിപ്പിച്ചിരിക്കുന്ന ലിഗ്നിൻ വേർതിരിച്ചെടുക്കണം. അതിന് ചെയ്യുന്നത് കാസ്റ്റിക് സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്തിട്ട് 165-170 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ പിന്നെ ടെമ്പറേച്ചറും കാസ്റ്റിക്കിൻ്റെ കോൺസെൻട്രേഷൻ കൊടുത്ത് 3-4 മണിക്കൂർ ഒരു പ്രഷർ കുക്കറിലേത് മാതിരി തന്നെ വേവിക്കുമ്പോൾ ആ ലിഗ്നിൻ കംപ്ലീറ്റും ലിഗ്നേറ്റായിട്ട് ഒരു കറുത്ത ലിക്വിഡായിട്ട് മാറും. ഫൈബേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് മാറും. അപ്പോൾ അതിലെ ഈ ബൈൻഡിങ് മെറ്റീരിയലായിട്ടുള്ള ലിഗ്നിൻ മൊത്തം അതിൽ സോഡിയം ലിഗ്നേറ്റായിട്ട് മാറും. ഫൈബർ നമ്മൾ ബ്ലീച്ച് ചെയ്ത് പേപ്പർ മേക്കിങ്ങിന് എടുക്കുന്നു. ലിഗ്നിൻ വേസ്റ്റ് ആക്കാൻ പറ്റില്ല. ലിഗ്നിൻ വേസ്റ്റ് ആക്കാൻ പറ്റാത്തത് 2 കാരണമാണ്. ഒന്ന്, അത് പൊള്യൂട്ട് ചെയ്യും, റിവറിനെയൊക്കെ പൊള്യൂട്ട് ചെയ്യും അല്ലാതെ. രണ്ടാമത്, ഈ ഉപയോഗിച്ച കെമിക്കൽ മൊത്തം അതിലുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഫൈനാൻസ് ലാഭവും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകും, പൊള്യൂഷനും ഉണ്ടാകും. അപ്പോൾ ആ ലിക്കറിൽ നിന്ന് വീണ്ടും ഉപയോഗിച്ച കെമിക്കലിനെ വീണ്ടെടുക്കുന്ന പ്രോസസ്സാണ് കെമിക്കൽ റിക്കവറി. ആ കെമിക്കൽ റിക്കവറിയിൽ ഈ ലിക്കറിനെ ഇവാപ്പറേറ്റ് ചെയ്ത് വീണ്ടും അതിൻ്റെ തിക്കാക്കി എടുത്തിട്ട് അതിനെ ബേൺ ചെയ്യും. ഫർണസിൽ ബേൺ ചെയ്യും, ഫയർ ചെയ്ത് കഴിയുമ്പോൾ അത് സോഡിയം കാർബണേറ്റായിട്ട് മാറും. ഇതിൽ നിന്ന് സ്റ്റീം ഉണ്ടാവുകയും ചെയ്യും. ആ സ്റ്റീം വീണ്ടും നമുക്ക് ഇവിടെ ഇൻഡസ്ട്രിയൽ യൂസിന് ഡ്രയറിലൊക്കെ ഇവിടെ ഹീറ്റ് ചെയ്യാനും പിന്നെ മറ്റ് പ്ലാന്റുകളിലേക്കും സ്റ്റീമിൻ്റെ ഉപയോഗത്തിന് എടുക്കും. ആ സോഡിയം കാർബണേറ്റിനോടൊപ്പം ലൈം വാട്ടർ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്ത് കഴിയുമ്പം നമ്മൾ ആദ്യം ഉപയോഗിച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് തിരിച്ച് കിട്ടും. എന്നിട്ട് ആ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കൊടുത്തത് തന്നെ കാൽസ്യം കാർബണേറ്റായിട്ട് മാറും. അതിനെ ബേൺ ചെയ്താൽ വീണ്ടും നമുക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അവിടെയും റീസൈക്കിൾ ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് സിസ്റ്റം റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിച്ച കെമിക്കലും വേണ്ട പൾപ്പും തിരിച്ച് കിട്ടും. പൾപ്പായി നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ പൾപ്പിന് 3 പൾപ്പ് മില്ലുണ്ട്. ഒന്ന് കെമിക്കൽ പൾപ്പ് മില്ല്, ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ്. രണ്ടാമത് മെക്കാനിക്കൽ, ഫുള്ളായിട്ട് കെമിക്കൽ ഉപയോഗിക്കാതെ തന്നെ പാർഷ്യലായിട്ട് കെമിക്കൽ ഉപയോഗിച്ച് വീക്കൻ ചെയ്തിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് മാറ്റുന്ന മെക്കാനിക്കൽ പ്രോസസ്സ്. പിന്നെ വേസ്റ്റ് പേപ്പറിനെ ഡീയിങ്ക് ചെയ്ത് അതിലെ ഇങ്ക് റിമൂവ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. ആ 3 പൾപ്പും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നത്. പേപ്പർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് വളരെ സിമ്പിളായിട്ട്, നിങ്ങൾക്ക് കണ്ടപ്പോൾ വലിയ ഇതൊന്നും, വളരെ സിമ്പിളായിട്ടൊരു പ്രോസസ്സാണ്. നമ്മൾ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വളരെ ഡൈല്യൂട്ടായിട്ട് ഒരു ശരിക്കും നമ്മുടെ മിക്സിയിലൊക്കെ വീട്ടിലുണ്ടാക്കാൻ ഒരു മിക്സിയിലൊക്കെ കുറച്ച് പേപ്പർ ഒന്ന് വെള്ളത്തിൽ കലക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലറി ആയിട്ട് കിട്ടും. അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ശരിക്കും ഗോതമ്പിൻ്റെ അരിപ്പയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പാടയായിട്ട് വരും. നോക്കി, ആ പാട ആണ് ശരിക്കും പേപ്പർ. അപ്പം അത് നമുക്ക് ഹാൻഡ് മെയ്ഡിൽ ചെയ്യുന്നത് ആ പാട എടുത്തു മാറ്റി ഡ്രൈ ചെയ്ത് മാറ്റുക. അപ്പോൾ ശരിക്കും നമ്മൾ ഈ മെഷീനിൽ സംഭവിക്കുന്നത്, നമ്മൾ സിനിമയിലേത് മാതിരി ഇൻഡിവിജ്വൽ ഫ്രെയിമുകൾ ഹൈ സ്പീഡിൽ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത് സിനിമയിൽ. അതേപോലെ തന്നെ ഓരോ തവണയും ഉണ്ടാകുന്ന ഈ ഷീറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, അടുത്ത ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുക, അത് കണ്ടിന്യൂസ് ആയിട്ട് മാറുക. പേപ്പർ മേക്കിംഗ് അടിസ്ഥാനപരമായി ഒരു ഫിൽട്രേഷൻ ഓപ്പറേഷനാണ്. ഇത് ഒരു ഡൈല്യൂട്ട് പൾപ്പ് സസ്പെൻഷനെ ഒരു ഫിൽറ്ററിംഗ് മീഡിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അതിലെ വെള്ളം ഫിൽറ്ററായി അത് ഫൈബർ ഒരു നേർത്ത പാടയായി അവശേഷിക്കും. അതിനെ ഉണക്കിയെടുത്ത് ഫർദർ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് പേപ്പർ. വ്യാവസായികമായി പേപ്പർ ഉണ്ടാക്കാൻ ഈ കൺസെപ്റ്റിനെ തന്നെ ഒരു മെഷീൻ സംവിധാനത്തിലൂടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് KPPL ചെയ്തിരിക്കുന്നത്. ഈ സിസ്റ്റത്തിനായി ജർമ്മനിയിലെ വോയ്ത്ത് എന്ന കമ്പനി സപ്ലൈ ചെയ്ത ഈ പേപ്പർ മെഷീനാണ് ഇവിടെ ഉള്ളത്. കണ്ടിന്യൂസായി
ഷീറ്റ് ഫോം ചെയ്യുന്നതിന് കണ്ടിന്യൂസ് പൾപ്പ് സപ്ലൈയും കണ്ടിന്യൂസ് ഷീറ്റ് ഫോമേഷനും ആവശ്യമാണ്. അതിന് 7 മീറ്റർ വീതി ഉള്ള 600 മീറ്റർ മുതൽ 700 മീറ്റർ വരെ വേഗതയിൽ ഓടുന്ന ടിൻവെയർ എന്ന സംവിധാനം ആണ് നമുക്കുള്ളത്. ടിൻവെയർ ഫോമറിലെ ഫിൽട്രേഷന് ശേഷം ഉണ്ടാകുന്ന പേപ്പറിൽ 20% മാത്രമാണ് സോളിഡ് കണ്ടൻറ് ഉണ്ടാകുക. 80% ജലാംശമായിരിക്കും ഉണ്ടാകുക. പ്രസ്സിങ് കഴിഞ്ഞുള്ള കണ്ടീഷൻ ഇതാണ്. പ്രസ്സിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ ഏതാണ്ട് 42% വെള്ളവും ഫൈബറും 57% പൾപ്പുമായി ഇതായിരിക്കും. അത് കൂടുതൽ വാട്ടർ റിമൂവൽ നടത്തി ഉണക്കിയെടുക്കേണ്ടതുണ്ട്. അതിനായി അടുത്തപടിയായി 3 പോയിൻറ്റുകളിൽ പ്രഷറും വാക്വവും കൊടുക്കുന്ന പ്രസ് എന്ന ഒരു പാർട്ടിലേക്ക് അത് പേപ്പറിനെ കടത്തിവിടുകയും 3 പോയിൻറ്റുകളിലെ പ്രസ്സിങ്ങിന് ശേഷം മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് 80 നിന്ന് 60 താഴും. അവശേഷിക്കുന്ന ജലാംശം ഇവാപ്പറേഷനിലൂടെ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. അതിനായി 37 ഡ്രയറുകൾ ഉള്ള ഒരു ഹീറ്റിംഗ് സിസ്റ്റം, ഡ്രയർ സിസ്റ്റമാണ് നമുക്കുള്ളത്. ക്രമേണ ടെമ്പറേച്ചർ കൂടി വരുന്ന സ്റ്റീം ഹീറ്റഡ് സിലിണ്ടേഴ്സുമായി പേപ്പർ ടച്ച് ചെയ്ത് പോകുമ്പോൾ അതിലെ ജലാംശം ഇവാപ്പറേറ്റ് ചെയ്ത് മാറുകയും ഡ്രയറിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും പേപ്പർ പൂർണ്ണമായും ഡ്രൈ ആവുകയും ചെയ്യും. ഡ്രൈയിങ്ങിന് ശേഷവും പേപ്പർ പ്രിൻറ്റിങ്ങിനോ എഴുതുന്നതിനോ തക്ക സ്മൂത്ത്നെസ് സർഫസിനുണ്ടാകാത്തതുകൊണ്ട് അതിന് അയണിങ് ഓപ്പറേഷൻ കൊടുത്ത് സർഫസിൻ്റെ സ്മൂത്ത്നെസ് വരുത്തേണ്ടതുണ്ട്. അതിനായി 3 റോളുകൾ ചേർന്ന ഒരു കലണ്ടർ എന്ന സംവിധാനമാണ് നിലവിലുള്ളത്. ഇത് കലണ്ടറിങ് സെക്ഷൻ പേപ്പറിന് സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടി ഒരു അയണിങ് ഓപ്പറേഷനാണ്. ഡ്രൈ ആയ പേപ്പർ ശരിക്കും സ്മൂത്ത് റോളിനിടയിൽ ഹൈ പ്രഷർ പാസ് ചെയ്യുമ്പോൾ അത് ശരിക്കും സർഫസ് സ്മൂത്തായി നല്ല പ്രിൻ്റബിൾ ഒരു സർഫസായിട്ട് കിട്ടും. കലണ്ടറിന് ശേഷം റീലുകളായി പേപ്പർ മാറ്റുകയാണ് ചെയ്യുന്നത്. കലണ്ടറിന് ശേഷം കൊടുക്കുന്ന സ്കാനർ സംവിധാനം പേപ്പറിൽ ഓരോ പോയിൻറ്റിലെയും വെയ്റ്റ്, മോയ്സ്ചർ, കാലിപ്പർ, കളർ തുടങ്ങിയുള്ള വേരിയബിൾസ് മെഷർ ചെയ്യുകയും ഓരോന്നിനെയും കൺട്രോൾ ചെയ്ത് യൂണിഫോം ക്വാളിറ്റി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ഇവിടെ സ്കാനർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്കാനറാണ്. അപ്പോൾ ഓരോ കണ്ടിന്യൂസ് ആയിട്ട് വെയ്റ്റും മോയ്സ്ചറും തിക്നെസ്സും മെഷർ ചെയ്തുകൊണ്ടിരിക്കും. അതാത് പോയിന്റിലെ വെയ്റ്റും മോയ്സ്ചറും അത് റീഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജും സ്പോട്ടിലെ വാല്യൂവും തരും. ആ വാല്യൂവിനനുസരിച്ച് കൂടുതലോ കുറവോ കറക്ഷൻ. ഇപ്പോൾ തിക്നെസ് കൂടുതലാണെങ്കിൽ റോളിൽ അവിടെ ഹീറ്റിങ് ആ പോയിന്റ് മാത്രം ഹീറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യും. വെയിറ്റാണ് കൂടുതലെങ്കിൽ പൾപ്പിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും. മോയ്സ്ചർ കൂടുതലാണെങ്കിൽ സ്റ്റീമിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റ് ചെയ്യും. അപ്പുറത്തു നിന്നുള്ള പേപ്പറിന് ഇപ്പോൾ സ്മൂത്തായി. സ്മൂത്തായ പേപ്പർ റീലുകളായി മാറ്റുന്നതാണ് പേപ്പർ മേക്കിങ്ങിൻ്റെ അവസാന ഘട്ടം. അങ്ങനെ ക്വാളിറ്റി ഉറപ്പുവരുത്തി കണ്ടിന്യൂസ് ആയിട്ട് ഷീറ്റ് ഫോം ചെയ്ത് മാറ്റാൻ കഴിയുന്ന ഈ സംവിധാനത്തിലൂടെ നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള പേപ്പറായി ഉൽപ്പാദനം നിലനിർത്താൻ കഴിയുന്നു. മണിക്കൂറിൽ 14 മുതൽ 15 ടൺ വരെ ഉൽപ്പാദനവും ദിവസം ഏതാണ്ട് 300 ടണ്ണോളം പ്രൊഡക്ഷനാണ് ഈ മെഷീനിലുള്ളത്. ഈ 14 ടണ്ണോളമാകുന്ന റോളുകൾ എടുത്തു മാറ്റി അവ പിന്നീട് പത്രങ്ങൾക്ക് ആവശ്യമായ വലുപ്പത്തിലേക്ക് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് 67.3 സെൻറ്റിമീറ്റർ വീതിയുള്ള 10 റീലായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഓരോന്നും കട്ടിങ് നൈഫുകളാണ് ഇത് പോകുന്നത്. അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ആ കീറൽ കാണാം.
കോറെന്ന് പറയും. ഈ കോറിലേക്കാണ് ചുറ്റുന്നത്. എന്നിട്ട് 100-102 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആകുമ്പോൾ മാറ്റിക്കളയും. വീണ്ടും അവിടെ നിന്ന് പാക്ക് ചെയ്ത് റാപ്പ് ചെയ്ത് മാറ്റുന്നതിനുള്ള റാപ്പിംഗ് മെഷീനും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഇത്ര ആധുനിക സൗകര്യങ്ങളുള്ള അപൂർവം മില്ലുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഒരു വസ്തുത. കെമിക്കൽ പൾപ്പ്, മെക്കാനിക്കൽ പൾപ്പ്, വേസ്റ്റ് പേപ്പറിനെ ബേസ് ചെയ്തുള്ള ഡീയിങ്ഡ് പൾപ്പ്, ഇത് മൂന്നും ഉപയോഗിച്ച് പേപ്പർ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു മില്ലാണ് കേരള പേപ്പർ പാക്കേജ്. അപ്പോൾ ഓരോരോ പ്രസ്സുകൾക്കും അവരുടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അതനുസരിച്ച് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ ഈ റീലിനെ ചെറിയതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിനെ കോറിലേക്ക് ബൈൻഡ് ചെയ്ത് മാറ്റും. അത് വൈൻഡർ എന്ന് പറയുന്ന മെഷീനിലാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വീണ്ടും അത് റിവൈൻഡ് ചെയ്ത് കട്ട് ചെയ്ത്. അപ്പോൾ എന്നിട്ട് ഇപ്പം ഈ 14 ടൺ എന്ന് പറയുമ്പോൾ നോർമലി അവിടെ വരുമ്പോഴത്തേക്ക് 36 റീലുകളായിട്ട് മാറും. 9 ഒരു സെറ്റിൽ 9 റീല് വരും. അത്തരം 4 സെറ്റുകളായിട്ട് 36 റീലുകളായിട്ട് മാറും. പിന്നെ അതിലെ ഓരോന്നിനെയും പാക്ക് ചെയ്ത് ലേബൽ ഒട്ടിച്ച് വെയിറ്റ് മാർക്ക് ചെയ്ത് ഗോഡൗണിലേക്ക് മാർക്കറ്റിംഗ്. ഇപ്പം നമ്മളുള്ളത് വെയർ ഹൗസിലാണ്. അതായത് പേപ്പറിൻ്റെ ആ പ്രൊഡക്ഷൻ കഴിഞ്ഞ് റോൾസ് ആയിട്ട് ഇവിടെയാണ് ഇത് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് KPPLൻ്റെ മാർക്കറ്റിംഗ് സീനിയർ കൺസൾട്ടൻറ്റ് ഗോപിനാഥൻ സാറാണ്. നമസ്കാരം സാർ. സാർ, അപ്പോൾ ഇവിടുത്തേത് എന്തൊക്കെയാണ് ഇനി? ഇതാണ് കമ്പനിയുടെ പ്രോഡക്റ്റ്. കമ്പനിയുടെ ഏക പ്രോഡക്റ്റ് ന്യൂസ് പ്രിൻ്റാണ്. ന്യൂസ് പ്രിൻ്റ് എന്നുള്ളത് ഈസ് എ പേപ്പർ വെയർ ദ ന്യൂസ് ഈസ് പ്രിൻ്റ്. അതാണ് ന്യൂസ് പ്രിൻ്റ് എന്നുള്ളതിൻ്റെ നമ്മൾ വളരെ കാലം മുതൽ, അതായത് 82 മുതൽ ഈ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ ന്യൂസ് പ്രിൻ്റ് ഉണ്ടായിരുന്നു. അത് ഈ ഇടക്കാലത്ത് കുറച്ചൊരു ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും കേരള സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ ന്യൂസ് പ്രിൻ്റ് പ്രൊഡക്ഷൻ വീണ്ടും തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പ്രോസസ്സ് ഉണ്ട്. ഇതിപ്പോൾ സ്റ്റോക്ക് ചെയ്തേക്കുന്നു, അടുത്തത് ഡിസ്പാച്ച് ആയിരിക്കും അല്ലേ? അതെ, ഇതിവിടുന്ന് ഈ നമ്മൾ വെയർ ഹൗസിൻ്റെ, അതായത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുക, അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ചിട്ട് വേണ്ട ഏത് തരത്തിലുള്ള ഗ്രേഡുകൾ പേപ്പറുകൾ ഉണ്ടാക്കണം എന്ന് നിശ്ചയിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും. അത് പ്രകാരം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പലതരത്തിലുള്ള പല സൈസുകളുണ്ട്. ഇതിനകത്ത് തിക്നെസ്, പല രണ്ട് കളർ, പിങ്ക് ഉണ്ട്, വൈറ്റ് ന്യൂസ് പ്രിൻ്റ് ഉണ്ട്. അത് ഓരോ പത്രക്കാരുടെയും കസ്റ്റമർ നീഡ് പ്രകാരമുള്ള സൈസ്, അതായത് വിഡ്ത്ത് കണ്ടില്ലേ, ആ വിഡ്ത്ത് ഇതെല്ലാം അനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി പ്രൊഡക്ഷനിൽ പറഞ്ഞ് അവർ ഉണ്ടാക്കി നമുക്ക് തരും. അത് പ്രകാരം ഇടുന്നത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അവരുടെ ഒരു ഷെഡ്യൂൾ ഓഫ് ഡെസ്പാച്ച് ഉണ്ട്, അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അതിനനുസരിച്ച് ഡെയിലി ഡെസ്പാച്ച് ചെയ്ത് കൊണ്ടുപോകും. അതാണ് ഡെയിലി പ്രൊഡക്ഷൻ പ്രോസസ്സും ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന മെറ്റീരിയൽ എല്ലാം ഓർഡറുകളാണ്. അത് കസ്റ്റമറുടെ ഒരു ഷെഡ്യൂൾ ഓഫ് ഡെസ്പാച്ചിങ് അനുസരിച്ച് നമ്മൾ അക്രോസ് കൺട്രി ഉണ്ട്. അക്രോസ് ദ കൺട്രി, അതായത് ഇന്ത്യയിൽ മൊത്തം
വടക്കേ ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ പത്രം വിതരണം ചെയ്യുന്ന ദൈനിക് ഭാസ്കർ ഗസ്റ്റ് ന്യൂസ് പ്രിൻ്റ് ഹൗസ്, അവർ 45 ലക്ഷം കോപ്പി ഒരു ദിവസം അടിക്കുന്ന പത്രക്കാരാണ്. അവർ മുതൽ അത് ദൈനിക് ഭാസ്കർ, പിന്നെ ഗുജറാത്ത് സമാചാർ, ബിസിനസ് സ്റ്റാൻഡേർഡ്, ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ള വടക്കേ ഇന്ത്യയിലുള്ള വലിയ ഭീമന്മാരുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ആമോദ, പ്രജാശക്തി അങ്ങനെയുള്ള നവതെലുങ്കാന എന്നുള്ള പത്രങ്ങളുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ ഡെയിലി തന്തി, ദിനകരൻ, ദിനമലർ, മാലയമലർ ഇങ്ങനെയുള്ള പത്രങ്ങളുണ്ട്. കേരളത്തിലാണെങ്കിൽ മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, അങ്ങനെയുള്ള വലിയൊരു മുതൽ സാധാരണ സിറാജ്, സുപ്രഭാതം അങ്ങനെയുള്ള പത്രങ്ങൾ, മംഗളം വരെ ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ പത്രം ചെന്നെത്താത്ത ഒരു സ്ഥലമില്ല. ഇതാണ് ഞങ്ങളുടെ ഡെസ്പാച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന നമ്മുടെ സ്റ്റാഫ്. ഇദ്ദേഹം എക്സിക്യൂട്ടീവ് സാജൻ, ഇത് സംഗീത, ഇത് ദീപ്, 3 പേരാണ് ഡെസ്പാച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡെയിലി കിട്ടുന്ന ന്യൂസ് പേപ്പർ 9 രൂപയുടെയും 10 രൂപയുടെയും ന്യൂസ് പേപ്പർ ശരിക്കും വരുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ ഇനി ന്യൂസ് പേപ്പർ കിട്ടുമ്പോൾ ഈ ഒരു കാര്യം കൂടി ആലോചിക്കുക. ഇതുപോലെ വ്യത്യസ്തമായ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.